ഹലോ എവ്രി വൺ, വെൽക്കം ടു സൈലം ലേണിംഗ്. അബീമിസ് ആണ്. മക്കളെ, നമ്മളോട് എക്സാമിന് എപ്പോഴും ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റൻ ആണ് അല്ലേ, ലെറ്റേഴ്സ് എഴുതുക. ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് ടൈപ്പുള്ള ലെറ്റേഴ്സ് ആണെന്ന് അറിയാം. ഇൻഫോർമൽ ലെറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫോർമൽ ലെറ്റർ ഉണ്ട്. ഇൻഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇൻഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ അൺഒഫീഷ്യൽ പർപ്പസിന് ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ അയക്കുന്ന ലെറ്റർ ആണ് അല്ലേ. അപ്പോൾ അതിന് ഫ്രം അഡ്രസ്സ് വേണം, ഡേറ്റ് വേണം, സല്യൂട്ടേഷൻ വേണം, പിന്നെ മെയിൻ ബോഡി വേണം, ലീവ് ടേക്കിങ്, ക്ലോസിംഗ് ഫ്രേസ്. ഇത്രയായിരിക്കും അതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി ഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഫീഷ്യൽ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ കുറച്ചും കൂടെ സ്റ്റെപ്പുകൾ ഉണ്ടാവും. ഫ്രം അഡ്രസ്സ്, ഡേറ്റ് വേണം, ടു അഡ്രസ്സ് വേണം, പിന്നെ സല്യൂട്ടേഷൻ വേണം, പിന്നെ സബ്ജക്റ്റ് എന്തിനെ പറ്റിയിട്ടാണോ നമ്മൾ എഴുതുന്നത് ആ ഒരു സബ്ജക്റ്റ് നമ്മൾ എഴുതുക, പിന്നെ ഇൻട്രൊഡക്ഷനും മെയിൻ ബോഡിയും ലീവ് ടേക്കിങ്ങും ക്ലോസിംഗ് ഫ്രേസ് ആയിരിക്കും നമ്മുടെ ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ മിസ് കാണിച്ചു തരാം. ഇവിടെ ഡേറ്റ് ഉണ്ട് അല്ലേ, ഫ്രം അഡ്രസ്സ്, ടു അഡ്രസ്സ് ഉണ്ട്, ഡേറ്റ് ഉണ്ട്, സല്യൂട്ടേഷൻ ഉണ്ട്, ഇവിടെ നമ്മൾ സബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെ പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പാരഗ്രാഫ് വൈസ് ആയിട്ട് എഴുതിയിട്ടുണ്ട്, ലീവ് ടേക്കിങ്ങും ക്ലോസിംഗ് ഫ്രേസ് ഉണ്ട്. ഇത്രയാണ് ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ്. സോ എക്സാമിൽ ലെറ്റേഴ്സ് വന്നാൽ അടിപൊളിയായിട്ട് നിങ്ങൾ എഴുതുക, ആൻഡ് ഇത് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക.